പാർലമെന്റിന് മുന്നിൽ മൊദാനിക്കെതിരെ വേറിട്ട പ്രതിഷേധവുമായി കോൺഗ്രസ് എംപിമാർ. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ അദാനിയെയും മോദിയെയും ഒരുമിച്ച് നിർത്തി ഇന്റർവ്യൂ ചെയ്യുന്ന രാഹുൽ ഗാന്ധിയുടെ വീഡിയോ ലോകമെമ്പാടും വൈറലായിരിക്കുകയാണ്. തന്റെ ബോസ് അദാനിക്ക് ഇന്ത്യ മുഴുവൻ വിൽക്കുന്ന മോദിയുടെ യഥാർത്ഥ മുഖം എല്ലാവർക്കും വ്യക്തമാകുന്ന രീതിയിൽ തുറന്നു കാണിക്കുകയാണ് രാഹുൽ ഗാന്ധിയും കൂട്ടരും ചെയ്യുന്നത്. രണ്ട് എംപിമാരിൽ ഒരാൾ മോദിയുടെയും മറ്റൊരാൾ അദാനിയുടെയും മാസ്ക് വെച്ച് കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ് ഇവിടെ. അവരോട് രാഹുൽ ഗാന്ധി ചോദിക്കുന്ന ചോദ്യങ്ങളും അതിന് പറയുന്ന മറുപടിയും കേട്ടുകൊള്ളൂ. ഈ കാലത്ത് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് സഹോദര? ഇപ്പോൾ ഞാൻ എന്തു പറഞ്ഞാലും മോദി അത് ചെയ്തു തരും, എനിക്ക് വേണ്ടി ചെയ്തു തരും. ഇപ്പോൾ താങ്കൾ എന്താണ് മേടിക്കാൻ ആഗ്രഹിക്കുന്നത്? എന്തൊക്കെയാണെങ്കിലും എനിക്ക് വേണം. എയർപോർട്ട്, തുറമുഖം, അങ്ങനെയെല്ലാം. അടുത്തത് എന്തു വാങ്ങാനാണ് താങ്കൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? ഇന്ന് വൈകിട്ട് അതിനുവേണ്ടി ഞങ്ങൾ ഒരു മീറ്റിംഗ് കൂടുന്നുണ്ട്. എന്താണ് അടുത്തതായി വാങ്ങേണ്ടത് എന്ന് തീരുമാനിക്കുന്നതിന് വേണ്ടി. ഞാൻ എന്തൊക്കെ ആഗ്രഹിച്ചാലും ഇദ്ദേഹം അത് എനിക്ക് എഴുതി തരും. ഇത് കേട്ട് ഹൈബീഗഡൻ എം പി വളരെ രസകരമായ ഒരു കാര്യം പറയുന്നത് കേട്ടോളൂ. ദയവായിട്ട് വാങ്ങുന്ന ലിസ്റ്റിൽ നിന്ന് പാർലമെന്റ് ഒന്ന് ഒഴിവാക്കണം. അതിനുള്ള മൊദാനിയുടെ മറുപടി, അതിനെക്കുറിച്ച് ഞാനൊന്ന് ആലോചിച്ചു നോക്കട്ടെ. നിങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് ഒന്ന് പറയൂ. ഞങ്ങൾ രണ്ടുപേരും ഒന്നാണ്. ഞാൻ എന്ത് പറഞ്ഞാലും ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് അത് നടപ്പിലാക്കും. എത്ര നാളായാണ് നിങ്ങളുടെ പാർട്ട്ണർഷിപ്പ് നടന്നു പോകുന്നത്? ഞങ്ങൾക്ക് വർഷങ്ങളായുള്ള ബന്ധമാണ് ഉള്ളത്. നിങ്ങളുടെ ഭാവി എങ്ങനെയാണ്? രാജ്യം മുഴുവൻ വാങ്ങിക്കൂട്ടണമെന്നാണ് പ്ലാൻ. ഇന്ത്യ എന്നാൽ ഞാനാണ്. താങ്കൾ കാരണം പാർലമെന്റ് നടത്തിക്കൊണ്ടുപോകാൻ അനുവദിക്കുന്നില്ലല്ലോ. എല്ലാ പ്രതിപക്ഷ പാർട്ടികളെയും താങ്കളുടെ കാര്യം സംസാരിക്കുന്നതിൽ നിന്നും തടയുകയാണല്ലോ. ഇപ്പോൾ അമിത് ഭായ് അപ്രത്യക്ഷനാണ്. അമിത് ഭായ് പാർലമെന്റിൽ വന്നിട്ടില്ല. അമിത് ഭായ് വന്നു കഴിയുമ്പോൾ അദ്ദേഹത്തോട് അതിനെക്കുറിച്ച് ചോദിക്കണം. ഞാൻ എന്ത് പറഞ്ഞാലും ഇദ്ദേഹം അതേപടി ചെയ്യും. ഇദ്ദേഹം വളരെ സീരിയസ് ആയിട്ടാണല്ലോ നിൽക്കുന്നത്. ഈയിടെയായിട്ട് വളരെ കുറച്ചേ സംസാരിക്കാറുള്ളൂ. ഇദ്ദേഹം ഇപ്പോൾ അല്പം ടെൻഷനിലാണ്. അപ്പോൾ കണ്ടല്ലോ, മോദി അദാനി ഏക് ഹേ, അദാനി സേഫ് ഹേ. അങ്ങനെ അദാനിയെ രക്ഷിക്കാൻ വേണ്ടി രാജ്യം മൊത്തം നശിപ്പിക്കാനും തയ്യാറാണ് മോദിയും കൂട്ടരും. കാരണം അദാനിയുടെ കള്ളക്കളികൾ പുറത്തു വരിക എന്ന് പറഞ്ഞാൽ മോദിയുടെയും കൂട്ടരുടെയും കള്ളക്കളികൾ പുറത്തു വരിക എന്നുള്ളതാണ്. വളരെയേറെ അന്ധഭക്തന്മാർക്കും മോദിക്കൂട്ടങ്ങൾക്കും രാഹുലിന്റെ ഈ പ്രകടനം വലിയ മനോവേദനയാണ് ഉണ്ടാക്കുന്നത്. A1ഉം A2വുമായുള്ള ഈ ഇന്റർവ്യൂ അവരെ അരിശം കൊള്ളിച്ചിരിക്കുകയാണ്. എന്നാൽ 1973 പെട്രോളിന്റെ വിലവർധനയ്ക്കെതിരെ പ്രതിഷേധിക്കാൻ ഇവരുടെ അന്നത്തെ നേതാവ് AB വാജ്പേയി പാർലമെന്റിൽ കാളവണ്ടിയിൽ വന്നിറങ്ങിയ ഈ രംഗം അവരുടെ നാവടക്കേണ്ടതാണ്. അന്നത്തെ ദൃശ്യങ്ങൾ ഇതാ. ഏതായാലും രാഹുൽ ഗാന്ധിയുടെ ഈ വേറിട്ട പ്രതിഷേധം വളരെ ജനശ്രദ്ധ ആകർഷിച്ചിരിക്കുകയാണ്. കൂടുതൽ ജനങ്ങൾക്ക് അദാനിയും മോദിയും ചേർന്ന് രാജ്യം കൊള്ളയടിച്ച് ജനങ്ങളെ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുന്നത് മനസ്സിലാക്കാൻ ഇത് കാരണമാകുമെന്ന് വിശ്വസിക്കാം.